ഭൂതം. നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ടുപോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റ് പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. ഭൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി ഭൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ദാ കേട്ടോളൂ. വക്കത്തെ മാളിക വീട്ടിലന്നാട്ടു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിനെ കൊണ്ടുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാറു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് അതേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ വേദനിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് അറുതണെ പൂത്തുട തട്ടിയുണക്കിയിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. അങ്ങനെ ഉണ്ണിക്ക് 7 വയസ്സായപ്പോൾ നങ്ങേലി അവനെ പാഠശാലയിൽ ചേർത്തു. ദിവസവും ഭംഗിയിൽ ഒരുക്കി കുഞ്ഞിനെ യാത്രയാക്കും. ഉണ്ണി പോകുന്നതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം നങ്ങേലിയുടെ ഉണ്ണി, ഹായ്, എന്തൊരു ഓമനത്വമുള്ള കുട്ടി. ഭൂതമാണേലും അവളും ഒരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അപ്പോൾ ഭൂതം എന്താ ചെയ്തതെന്നറിയോ? മന്ത്രം ചൊല്ലി ഭൂതം നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരുന്ന വഴിയിൽ അവൾ ചിരിച്ചോണ്ട് അങ്ങനെ നിന്നു. ഉണ്ണി, ഉണ്ണി, വരൂ, നമുക്ക് കളിക്കാം. ഉണ്ണി വരൂ, കളിക്കാൻ വരൂ. ആ കയ്യിലുള്ള ഇട്ടാണ് അങ്ങ് കളഞ്ഞേക്കൂ. അയ്യോ, ഞാനില്ല, എനിക്ക് പോണം. അതിനെന്താ, പോകാലോ. അതിനു മുമ്പ് കുറച്ചു നേരം നമുക്ക് പൂമാലി കെട്ടി കളിക്കാനേ. വരൂ, ആ കയ്യിലുള്ള ഇട്ടാണ് അങ്ങ് കളഞ്ഞേക്കൂ. സന്ധ്യ കഴിഞ്ഞിട്ടും പോയ ഉണ്ണിയെ കാണാതെ നങ്ങേലി പേടിച്ചു. ഉണ്ണിയെയും അന്വേഷിച്ച് നങ്ങേലി നാടാതെ നടന്നു. ഉണ്ണി, ഉണ്ണി. അന്വേഷിച്ച് നങ്ങേലി ഒടുവിൽ കാട്ടിലെത്തി. നങ്ങേലിയുടെ ഉണ്ണി ഉണ്ണി എന്നുള്ള കരച്ചിൽ പൂമാല കെട്ടി കളിച്ചുകൊണ്ടിരുന്ന ഭൂതം കേട്ടു. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തെന്നോ?
ഈ സ്വർണ്ണവും പണവും ഒക്കെ ഞാൻ നിനക്ക് തരാം. ഈ പൊന്നുണ്ണി എനിക്ക് വേണം. എല്ലാ പണത്തിനും വലുതാണ് എനിക്ക് എന്റെ ഉണ്ണി. എന്റെ രണ്ട് കണ്ണുകളും നിനക്ക് ഞാൻ തരാം. എന്റെ ഉണ്ണിയെ എനിക്ക് തരൂ. എന്നിട്ട് അമ്മ തന്റെ 2 കണ്ണുകളും ഭൂതത്തിന് മുന്നിൽ വച്ചു കൊടുത്തു. ഭൂതം അടുത്ത തന്ത്രം ഉപയോഗിച്ചു. ഭൂതം വിചാരിച്ചു, എന്തായാലും അമ്മയ്ക്ക് കണ്ണ് കാണില്ല. മണ്ണും മരച്ചില്ലകളും ഉപയോഗിച്ച് മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയ്ക്ക് മുന്നിലേക്ക് വിട്ടു. നീ ഉണ്ണി അല്ല, ഇതല്ല എന്റെ ഉണ്ണി. പെറ്റ വയറിനെ പറ്റിക്കാൻ നോക്കുന്ന പൊട്ടഭൂതമേ, എന്നെ ഞാൻ ശപിക്കുന്നു. അരുത്, എന്നെ ശപിക്കരുത്. ഇതാ നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. നിന്റെ 2 കണ്ണുകൾ ഞാൻ തിരിച്ചു തരാം. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ട് അമ്മയ്ക്ക് സങ്കടം തോന്നി. തന്റെ മകനെ ഇത്രയും സ്നേഹിക്കുന്ന ഭൂതത്തിനോട് അമ്മ പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടി കണ്ടമുണങ്ങി പൂക്കും കാലം കളമക്കതിർമണി കളമതിനൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണ ആണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമതങ്ങിനെ കന്നേയെന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോ പോന്നു വരുന്നു വീടുകൾ തോന്നും. അങ്ങനെ എല്ലാവരും മുത്തശ്ശി, എത്ര പാവഭൂതമല്ലേ? മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ തുടികൊട്ടും കലകൊണ്ടു ചിലമ്പിക്കലങ്കലുകൾ അയ്യയ്യാവരവം വിളിപ്പൂലമെയ്യിരഞ്ഞൂറും കാതിരിച്ചള തോളകൾക്ക് കലവരെ പാടും കണ്ണങ്ങൾ അരുകിനരുക്കളിച്ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം ചെപ്പിന ചെമ്മണി കുത്തുമുലകളിൽ നീലയും പൂവാന്യം ഉറവടി മക്കളി മൂടി കിടക്കും ചെമ്പൻ വാതുകൾ കുത്തോളം തോപ്പുകളിലെ കാത്തിയരമൻ കിട്ടിയ വെള്ളം ആവാണം അയ്യയ്യാവരവന്തിനൃത്തം ചെയ്യും നല്ല മണിപ്പൂവം അയ്യയ്യാവരവന്തിനൃത്തം ചെയ്യും നല്ല മണിപ്പൂവം അയ്യയ്യാവരവന്തിനൃത്തം ചെയ്യും നല്ല മണിപ്പൂവം
അയ്യയ്യാവര വഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂവം അയ്യയ്യാവര വഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂവം അയ്യയ്യാവര വഞ്ചിത നൃത്തം